ഒരു കോഴിക്കോടൻ രുചിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പയറ് മെഴുക്ക് പുരട്ടി ഉണ്ടാക്കുന്നതാണ് കേട്ടോ ഒന്ന് വീഡിയോയിലിട്ടിട്ടുള്ള റെസിപ്പി. ഈ മെഴുക്ക് പുരട്ടി ഉണ്ടാക്കാൻ ഇത്രയും പയറാണ് കേട്ടോ ഞാൻ എടുത്തിട്ടുള്ളത്. ഇത് ഇത്രയും വണ്ണുള്ള പയറായതിനെ കൊണ്ട് ഇത് ചെറുതായിട്ടാണ് കേട്ടോ ഞാൻ മുറിച്ചെടുക്കുന്നത്. ഇതുപോലെ ഇപ്പോൾ പയറ് മുഴുവനും മുറിച്ചെടുത്തിട്ട് കഴുകിയിട്ട് ഒരു പാത്രത്തിലേക്ക് ആക്കിയിട്ടുണ്ട്. ഇനി ഒരു ചീനച്ചട്ടി അടുപ്പത്ത് വയ്ക്കുക. ഒരു 1.5 ടേബിൾ സ്പൂണ് വെളിച്ചെണ്ണ ഒഴിച്ചെടുത്തിട്ടുണ്ട്. അതിലേക്ക് ചൂടായി വരുമ്പോൾ ഒരു 1/2 ടീസ്പൂണ് കടുകിട്ടിട്ട് പൊട്ടി വന്നിട്ടുണ്ട്. ഇനി അതിലേക്ക് കഴുകി വെച്ച പയർ ഇട്ട് കൊടുക്കുക. ഞാനിതിൽ വറ്റൽമുളകൊന്നും ഇട്ട് കൊടുക്കണില്ല കേട്ടോ. 2 പച്ചമുളകും കുറച്ച് കറിവേപ്പിലയും ഇട്ട് കൊടുക്കുക. പാകത്തിനുള്ള ഉപ്പും ഇട്ട് കൊടുക്കുക. ഇത് നല്ലോണം ഇളക്കി യോജിപ്പിക്കുക. ഇത് കട്ടിയുള്ള പയറും പിന്നെ നല്ല പച്ച പയറും അതിനെക്കൊണ്ട് ഇതിന് നല്ല വേവുണ്ട്. അതുകൊണ്ട് ഇതൊരു മൂടിയെടുത്ത് അടച്ച് വെച്ചിട്ട് വേവിച്ചെടുക്കണം. ഒന്ന് മൂടി വയ്ക്കുക. ഇപ്പോൾ ഒരു 5 മിനിറ്റ് ആയിട്ടുണ്ട്. ഇനി മൂടി ഒന്ന് തുറന്ന് നോക്കുക. പയറ് വെന്തിട്ടൊന്നുമില്ല, ഒരു പകുതി വേവായിട്ടേ ഉള്ളൂ. ഒന്നുകൂടി ഇങ്ങനെ ഇളക്കി യോജിപ്പിച്ചിട്ട് ഇങ്ങനെ കൂട്ടി വെച്ചിട്ട് മൂടിയെടുത്തിട്ട് ഒരു 5 മിനിറ്റ് ഒന്നും കൂടി വേവിച്ചെടുക്കുക. ഒരു 5 മിനിറ്റ് ആയിട്ടുണ്ട്. മൂടി തുറന്ന് നോക്കുക. ഇപ്പം പാകത്തിന് വെന്ത് വന്നിട്ടുണ്ട്. ഈ മൂടി വെച്ചിട്ട് വേവിക്കുന്ന സമയത്ത് തീ കുറച്ച് വെച്ചിട്ട് വേണം വേവിച്ചെടുക്കാൻ, മറ്റേ അടി കരിഞ്ഞു പോവേ. ഇപ്പോൾ ഈ പയറുപ്പേരിയിൽ വെള്ളത്തിൻ്റെ അംശമുണ്ട്, അതൊന്ന് ഡ്രൈ ആക്കി എടുക്കണം. വണ്ണം കുറഞ്ഞ പയറാണെങ്കിൽ കൈകൊണ്ട് പൊട്ടിച്ചെടുത്തിട്ട് മെഴുക്ക് പുരട്ടി ഉണ്ടാക്കുന്നതാണ് കേട്ടോ ടേസ്റ്റ്. ഇതിപ്പോൾ വണ്ണം കൂടിയ പയറായതിനെ കൊണ്ടാണ് ഞാനിത് അരിഞ്ഞെടുത്തത്. ഇപ്പം പയറിലെ വെള്ളമൊക്കെ ഡ്രൈ ആയി വന്നിട്ടുണ്ട്. അങ്ങനെ ഒരു അടിപൊളി പയറിൻ്റെ മെഴുക്ക് പുരട്ടി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഒരു പാത്രത്തിലേക്ക് മാറ്റുക. നിങ്ങളൊക്കെ എങ്ങനെയാണോ പയറ് മെഴുക്ക് പുരട്ടി ഉണ്ടാക്കൽ ആണെങ്കിൽ കമൻറ്റ് ചെയ്യണേ. ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബ് ഒന്നും ചെയ്യാൻ മറന്നു പോകരുത് കേട്ടോ.